ഹലോ, നമുക്ക് നിഷ ബേബി കുറച്ച് ടോയ്സ് വാങ്ങാൻ പോയാലോ? ടോയ്സ് വാങ്ങാൻ പോയത്, പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് സാധനം കൂടെ വാങ്ങാണ്ടായിരുന്നു. വാവയുടെ ഫോർമുല വാങ്ങി, പിന്നെ പിങ്ക് സോൾട്ട് വാങ്ങി. നോർമൽ സോൾട്ടിനേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി പിങ്ക് സോൾട്ടാണ് കേട്ടോ. പിന്നെ ഈ സെക്ഷനിലേക്ക് നേട്ടം കൊണ്ടുവരേ ഇല്ല, കാരണം അവിടെ ഫുൾ പിക്കിൾസാണ്. ഞാനൊരു അച്ചാറിൻ്റെ അഡിക്റ്റാണ്. അതുകൊണ്ട് ഈ സെക്ഷനിലേക്ക് ഇന്ന് സമ്മതിക്കില്ല കേട്ടോ പോവാൻ. എന്നാലും ഞാൻ പോയി നോക്കും. പിന്നെ ഒലീവ് ഓയിൽ വാങ്ങി. പിന്നെ ഇഷ ബേബിക്ക് ഞാൻ കുറുക്കിൽ പനങ്ങൽക്കണ്ട് ഇട്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ എപ്പോഴൊന്നും കൊടുക്കില്ല, എപ്പോഴെങ്കിലുമൊക്കെ. അപ്പോൾ അത് തീർന്നായിരുന്നു, അപ്പോൾ അത് വാങ്ങി. പിന്നെ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളോട് ഇഷ്ടമാണെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കുറേ നോക്കി നടന്നിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കാണാൻ. പിന്നെ റോൾഡ് ഓട്സ് എടുത്തു. നമ്മുടെ നോർമൽ ഓട്സിനേക്കാളും റോൾഡ് ഓട്സാണ് കുറച്ചും കൂടെ ഹെൽത്തി. പിന്നെ ഹണി നോക്കി. ഹണി പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിയിട്ടില്ല, ഞങ്ങൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങില്ല. ഞങ്ങൾ നല്ല ഫ്രഷ് ഓർഗാനിക് ഹണി കിട്ടും, അത് യൂസ് ചെയ്യുക. പിന്നെ ചീസ് നോക്കി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ ടോയ്സ് നോക്കാൻ പോയി. ഞാൻ ഈ മുട്ട കണ്ട് ഞെട്ടിട്ടോ. ഞാൻ ആദ്യം കയറി ചെല്ലുമ്പോൾ അവിടെ പുറത്ത് ഒരു ടേബിളിൻ്റെ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിട്ടോ, ആരെയൊക്കെ ഈ മുട്ട ഇങ്ങനെ കൊണ്ടുവച്ചതെന്നൊക്കെ. പക്ഷെ അത് താഴെ വീണ് പൊട്ടൂലെന്നൊക്കെ ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് ടോയ് ആയിരുന്നു. അടുത്ത് ചെന്നപ്പോഴാണ് മനസ്സിലായത് ടോയാണ്. ഞങ്ങൾ കുറച്ച് ചെറിയ ടോയ്സാണ് തപ്പി നടന്നത്, പക്ഷേ അങ്ങനത്തെ ടൈപ്പ് ഇല്ല. പിന്നെ കുറച്ച് വലുപ്പമുള്ളതാണ്, എന്നാലും അതൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഈ സാധനം കാണാൻ നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഞാൻ കുറേ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ നോക്കി നടന്നു. ലാസ്റ്റ് ഞങ്ങൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വന്നത്. ടോയ് വാങ്ങാനാണ് പോയത്, പക്ഷേ ഇങ്ങനെയാണ് അവസാനിച്ചത്. ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും എന്തെങ്കിലും ഒരു സാധനം വാങ്ങാനായിരിക്കും പോവുക, പിന്നെ എന്തൊക്കെയോ വാങ്ങിയിട്ട് വരും. പിന്നെ ഈ ടോയ് ഒക്കെ പൊട്ടിച്ച് ഇഷ ബേബിക്ക് അപ്പം തന്നെ കൈ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, 2 വൈറ്റ് ബോർഡ് വാങ്ങിയിട്ട് ഇഷ ബേബിൻ്റെയും ഇൻ്റെയും ഏട്ടൻ്റെയും കൈയും കാലും ഒക്കെ പ്രിൻ്റ് ചെയ്ത് വെക്കണം കേട്ടോ, പെയിൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ വാങ്ങി. ഇഷ ബേബിക്ക് ഈ ചെണ്ട ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ആൾ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് കണ്ടെയ്നർ വാങ്ങി. ഇതിൻ്റെ മുന്നേ ഞാൻ കണ്ടെയ്നർ വാങ്ങിയിട്ട് എനിക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം നന്നാക്കി സ്റ്റോർ ചെയ്യുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങി സ്റ്റോർ ചെയ്തിട്ട് അത് നല്ല എയർ ടൈറ്റ് അല്ലാത്തതുകൊണ്ട് കേടായിപ്പോയി. അപ്പോൾ ഞാൻ കുറച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടെയ്നേഴ്സും കൂടെ വാങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.